EVM പരിശോധിക്കാനാകുമോ? ആകുമെന്നാണ് BJP വാദം. 19 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ EVM പരിശോധിക്കാൻ സാധിക്കും. BJP നേതാക്കൾക്ക് സാധിക്കും എന്നതിലാണ് കാര്യം. ഇലക്ഷന് മുൻപ് EVM പുനഃപരിശോധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം നൽകിയ ഹർജി കോടതി തള്ളിയത് മുൻനിർത്തിക്കൊണ്ട് തന്നെ BJPയുടെ സ്വാർത്ഥ മനോഭാവമാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. 40 EVMകളുടെ പരിശോധന നടത്തുന്നതിനായി മഹാരാഷ്ട്രയിൽ NCP വിഭാഗം സ്ഥാനാർത്ഥി നീലേഷ് ലങ്കയോട് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി സുജയ് വിഖെ പാട്ടീൽ EVM പരിശോധിക്കാൻ അടച്ചത് 18.9 ലക്ഷം രൂപയാണ്. പണമടച്ചാൽ ആർക്കും പരിശോധിക്കാമെങ്കിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തിനു വേണ്ടിയുള്ളതാണെന്നാണ് ചോദ്യം. ആർക്ക് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന ചോദ്യവും വസ്തുതാപരമാകുന്നു. വോട്ടിംഗ് മെഷീന്റെ മൈക്രോ കൺട്രോൾ പരിശോധിക്കാനാണ് സുജയ് വിഖെ പാട്ടീൽ വൻ തുക കെട്ടിവെച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലായിരുന്നു സുജയ് വിഖെ പാട്ടീൽ പരാജയപ്പെട്ടത്. പോളിംഗ് സ്റ്റേഷനുകളിലെ 40 EVMകളിൽ കൃത്രിമം നടന്നോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം പാട്ടീൽ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ NCP ശരത് പക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഏകപക്ഷീയ വോട്ടിംഗ് നടന്നെന്ന് വിഖെ പാട്ടീലും ആക്ഷേപം. അഹമ്മദ് നഗറിലെ പാർണർ, ശ്രീഗൊണ്ട അസംബ്ലി മണ്ഡലങ്ങളിലെ 10 EVMകളും ശിവ്ഗാവ്, രാഹുരി, അഹമ്മദ് നഗർ സിറ്റി, കർജാത്ത്, ജാങ്കത്ത് എന്നിവിടങ്ങളിലെ 5 വീതം EVMകൾ പരിശോധിക്കണമെന്നായിരുന്നു സുജയ് വിഖെ പാട്ടീലിന്റെ ആവശ്യം. ആകസ്മികമായല്ല ഈ പോളിംഗ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും കൃത്യമായ വിശകലനത്തിനും പ്രവർത്തകരിൽ നിന്നുമുള്ള പ്രതികരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നുമാണ് സുജയ് വിഖെ പാട്ടീൽ വിശദമാക്കുന്നത്. ഏപ്രിൽ 26-ന് സുപ്രീം കോടതി EVM സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവ് അനുസരിച്ച് 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് EVM മൈക്രോ കൺട്രോൾ ചിപ്പുകൾ പരിശോധിക്കാനാവും എന്നതാണ് ഇവർ മുൻനിർത്തിയ വസ്തുത. EVMകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 5% മൈക്രോ കൺട്രോൾ ചിപ്പുകളാണ് ഇത്തരത്തിൽ പരിശോധിക്കാനാവുക. 28,929 വോട്ടുകൾക്കായിരുന്നു സുജയ് വിഖെ പാട്ടീൽ അഹമ്മദ് നഗർ പരാജയപ്പെട്ടത്. ഓരോ EVM പരിശോധിക്കാൻ 40,000 രൂപയും 18% GSTയുമാണ് ഈടാക്കിയിട്ടുള്ളത്. EVMൽ തിരിമറി നടക്കുമെന്നാണ് BJP സ്ഥാനാർത്ഥി വിശദമാക്കുന്നതെന്നും പരാജയം അംഗീകരിക്കുന്നതുമാണ് അഹമ്മദ് MP നീലേഷ് ലങ്ക പ്രതികരിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പണമടച്ചാൽ EVM പരിശോധിക്കാനാകുമെന്ന നിലപാടാണ് BJPയുടേത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു തുറന്ന പുസ്തകമാക്കി EVMനെ മാറ്റുമ്പോൾ ഒളിച്ചു വോട്ടുകൾ രേഖപ്പെടുത്തേണ്ട കാര്യവുമില്ല.